ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു വണ്ടിയുടെ റണ്ണിങ് പീരീഡ്, അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്ത് കുറച്ച് നാൾ നമ്മളെ വണ്ടി എങ്ങനെയാണ് ഓടിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഉച്ചയ്ക്ക് സംസാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ വയ്യ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിലും എന്തോ ഒരു ക്ഷീണം. പിന്നെ ഒരു മോട്ടോർ വ്ളോഗിങ് ആയിട്ട് ഞാൻ ചുമ്മാ വണ്ടി എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. പിന്നെ സൈഡിൽ പട്ടീനൊക്കെ നിർത്തിയിട്ടുണ്ട്. വണ്ടി നമ്മൾ എടുത്ത സമയത്ത് നമ്മുടെ മാനുഫാക്ചർ അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ പറയും ഇത്ര കിലോമീറ്റർ, ഇത്ര RPM അല്ലെങ്കിൽ ഇത്ര സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ഓടിക്കണമെന്ന്. ഇത് ഓടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് വിട്ടുവീഴ്ചകളൊന്നും വരുത്തരുത്. ഒരു റണ്ണിങ് പീരീഡിൽ എങ്ങനെ നിങ്ങളുടെ വണ്ടി യൂസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ വണ്ടി എന്തുമാത്രം ഫ്യൂച്ചറിൽ റിലയബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ കിലോമീറ്ററും RPM കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അത് പല CC വണ്ടിക്കും വ്യത്യാസം കാണും. അതേപോലെ പല മാനുഫാക്ചറും പല രീതിക്കായിരിക്കും പറയുന്നത്. അതൊക്കെ നിങ്ങൾ യൂസർ മാനുവലിനെ റെഫർ ചെയ്ത് തന്നെ എടുക്കണം. എനിക്ക് ഈ ഒരു കാര്യം ഞാൻ പുതിയ വണ്ടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല, പക്ഷേ എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ വണ്ടിയുടെ ഡീകാർബണൊക്കെ ചെയ്ത് എഞ്ചിനൊക്കെ റീസെറ്റ് ചെയ്ത സമയത്ത് എനിക്കും ഈ ഒരു RPMയുടെ കുറച്ച് കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഓടിക്കണമായിരുന്നു. അപ്പോൾ അത് കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം അതുവരെയ്ക്കും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട രീതിയെ വേറെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് RPM മീറ്റർ നോക്കണം, സ്പീഡോമീറ്റർ നോക്കണം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് എൻ്റെ വണ്ടി ഓടിച്ചത്. പറയും നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് പതുക്കെയൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ വണ്ടി പമ്മിൽ പോവും. പിന്നെ കേരളമെന്നൊക്കെ എഞ്ചിനീയേഴ്സൊക്കെ അവന്മാർ മണ്ടന്മാരല്ല ആയിരുന്നു. നമ്മളായിട്ട് പ്രത്യേകിച്ച് ഐഡിയ എന്ന് പറയാൻ മാത്രം മതി നമ്മളെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. വണ്ടികൾക്കും അതൊരു ഫസ്റ്റ് സർവീസ് വേറെ ആയിരിക്കും ഒരു ബ്രേക്കിംഗ് പീരീഡ് വരുന്നത്. അപ്പോൾ ഒരു 1000 കിലോമീറ്റർ ആണെന്ന് വെച്ചാൽ ഒരു 1000 കിലോമീറ്ററിൽ ഒരു 50 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം ഒരു വണ്ടിയുടെ ഏറ്റവും ടോപ്പ് ഗിയറിലായിരിക്കും ആ ഒരു സ്പീഡ് പറയുന്നത്. അല്ലെങ്കിൽ RPM ഓടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമേ കൈയെടുത്ത് ഒരു കാരണവശാലും ഓടിക്കരുത്. നമ്മുടെ വണ്ടിയുടെ കാര്യം എടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ എഞ്ചിൻ്റെ അകത്തൊക്കെ തന്നെ എല്ലാ പാർട്സും ഫൈനലി മെഷീൻ്റെ ഒക്കെ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമില്ലെങ്കിലും ചെറിയ രീതിക്കുള്ള ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ വരും. അത് വണ്ടി ഒന്ന് പാർട്സൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മൂവ് ആകുമ്പോഴായിരിക്കും അതൊക്കെ മാറുന്നത്. കറക്റ്റായിട്ടൊന്ന് മൂവായിട്ട് നമ്മുടെ എഞ്ചിനൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് സീറ്റിംഗ് ആകാൻ വേണ്ടി ഈ ഒരു ബ്രേക്കിംഗ് പീരീഡാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 5000 കിലോമീറ്റർ സർവീസ് പീരീഡുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ് ഒക്കെ ഒരു 1000 കിലോമീറ്ററിൽ 3000 പിന്നെ 5000. അതിന് ശേഷമായിരിക്കും നോർമലായിട്ടൊരു സർവീസ് ഇൻ്റർവ്യൂലോട്ട് വണ്ടി വരുന്നത്. കാരണം ഈ ഒരു ബ്രേക്കിംഗ് പീരീഡിൽ എഞ്ചിൻ്റെ അകത്തൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് മെറ്റലിൻ്റെ പാർട്ടിക്കിൾസ് വരും. കാരണം പുതിയ വണ്ടിയാണ്, റണ്ണിനായി തുടങ്ങിയതുള്ളൂ. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ എഞ്ചിൻ്റെ അകത്ത് കിടന്ന് ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിന് എക്സസീവായിട്ടുള്ള വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. അപ്പോൾ അതിനെ ഒഴിവാക്കാനാണ് ആ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ആ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും അതൊന്ന് ചെയ്ത് വിടുക. അത് നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ആവും, അത് ഉറപ്പാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ എല്ലാ പാർട്സും നമ്മളുമായിട്ടൊന്ന് ഓടി സെറ്റ് ആകാൻ വേണ്ടി ഒരു ടൈം എടുക്കും. ടൈമിങ്ങൾ എന്തായാലും കൊടുക്കണം. പിന്നെ ഈ ഒരു പതുക്കെ ഓടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹൈ ഗിയറിൽ ലോ RPM പോകണമെന്നല്ല. ഇതൊക്കെ ഒരു ഹൈ റവിങ് എഞ്ചിനാണ്. അത്യാവശ്യം RPM കൊടുത്ത് തന്നെയാണ് ഗിയറൊക്കെ മാറേണ്ടത്. അതിൻ്റെക്കാട്ടി നിങ്ങൾക്ക് പണിയിട്ടുന്നൊരു കാര്യമാണ് ഹൈ ഗിയറിൽ ലോ RPMൽ ഓടിക്കുന്നത്. എഞ്ചിനൊക്കെ ഇടിക്കാൻ ഇടവരുത്താതെ ഗിയർ ഡൗണും അല്ലെങ്കിൽ RPMനെ വെച്ച് അപ്പും ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ക്യാഫാണെങ്കിൽ ഒരു 4200 RPMലേക്ക് എനിക്ക് കറക്റ്റായിട്ട് ഗിയർ ഒരു സീറ്റ് സ്പോട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓടിക്കാൻ മനസ്സിലാവും. എനിക്ക് അപ്പ് ചെയ്ത് ഡൗൺ ചെയ്ത് പോകാൻ പറ്റും. ഇമ്പാർട്സ് എല്ലാ വണ്ടിയുടെ ഏത് പാർട്ടും ആയിക്കോട്ടെ ആ ഒരു സമയം നമ്മൾ എല്ലാ വണ്ടിക്കും പ്രോപ്പറായിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വണ്ടി എടുത്ത് പെരുമാറി ഓടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ബ്രേക്കിംഗ് പീരീഡ് നിങ്ങൾ എപ്പോഴും ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ യൂസർ മാനുവൽ കാണും. അതൊക്കെ വായിച്ചതിന് ശേഷം മാത്രം ഫോളോ ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം പവറൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ബ്രേക്കിംഗ് പീരീഡിൽ ആ ഒരു കിലോമീറ്റർ RPMൽ സ്പീഡിലൊക്കെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനെ തന്നെ മാക്സിമം ഓടിക്കാൻ നോക്കുക. പിന്നെ ഈ ഒരു ബ്രേക്കിംഗ് പീരീഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസിലൊക്കെ ഓയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ആ ഷോറൂമിലൊക്കെ പറയും ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മാറണ്ടെന്നൊക്കെ. അങ്ങനെയൊന്നും വിടരുത്. മാക്സിമം അതൊന്ന് മാറി തന്നെ വിടുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും ആ ഒരു മണി നിങ്ങൾക്ക് എന്തായാലും എപ്പോഴായാലും അത് ബെനിഫിറ്റ് ആയിട്ട് തന്നെ വരും. പിന്നെ ആ ഒരു മാറിയ ഓയിലെന്നൊരു വേറെ വണ്ടിയിലൊന്നും ഒഴിക്കാതിരിക്കാനും നോക്കണം. ഇപ്പോൾ ചിലപ്പോൾ ടോപ്പ് ചെയ്യാനൊക്കെ തരുമ്പോഴത്തേക്ക് അവരതൊക്കെ ഒഴിക്കുന്നുണ്ടോ എന്നൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതിൽ കുറച്ചുകൂടെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് പീരീഡിൽ രണ്ടാവുന്ന സമയത്തുള്ള മെറ്റലിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ആ ഓയിലിൽ കണ്ടന്റ് നോർമലിൻ്റെ കാട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഓയിൽ നമ്മൾ വീണ്ടും എടുത്തിടണമെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമ്മുടെ എഞ്ചിനിൽ എക്സസീവായിട്ടുള്ള വിയർ ആൻഡ് ടിയറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നോക്കണം. പിന്നെ ഇതിപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാമെന്ന് വയ്യെന്ന് പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു മോട്ടോർ വ്ളോഗിങ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് വെച്ചതേ ഉള്ളൂ. സീറോക്കെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചാണ്. ഇടയ്ക്ക് വെച്ച് 1-2 ദിവസം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടാനേ തോന്നില്ല. പിന്നെ ഇന്നൂടെ ഇട്ടില്ലെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞ് ഇടാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അതാണ് ഞാൻ പിന്നെ ഇന്ന് എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ചെയ്തൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ വീഡിയോ ചുമ്മാ കണ്ടിട്ട് പോകാതെ ലൈക്ക് കൂടെ ഒന്ന് അടിച്ച് ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയില്ല. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.